ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലോട് പറഞ്ഞത് മാരുതി സുസുക്കി 800 കാർബറേറ്റർ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഗിയർ സെലക്ടർ ഷാഫ്റ്റിന്റെ അവിടുന്ന് ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മാറുന്ന ഓയിൽ ലീക്കിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിയുടെ അടിയിൽ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ്, ഇതാണ് ഇതിന്റെ ഗിയർ സെലക്ടർ. നമ്മളിതിന്റെ ഗിയർ ലിവർ ബുഷും കാര്യങ്ങളൊക്കെ മാറാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് ഇതിന്റെ ഓയിൽ ലീക്ക് വരുന്നത്. മീൻസ് ഇതാണ് ഇതിന്റെ സീല് വരുന്നത്. ഈ സീല് പോയിട്ടാണ് ഈ ലീക്ക് വരുന്നത്. ബൂട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇതിനുള്ളിൽ നിന്നാണ് ലീക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഷാഫ്റ്റിന്റെ സീൽ എങ്ങനെയാണ് മാറുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഗിയർ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അഴിക്കേണ്ട പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പാണ് അഴിക്കേണ്ടത്. അപ്പോൾ 10ന്റെ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് ഈ കപ്പ് അഴിച്ചെടുക്കാം. ഗിയറിന്റെ സെലക്ടർ സീല് മാറുന്ന അവസരത്തിൽ നമുക്ക് ഈ ഷാഫ്റ്റ് ഊരി എടുക്കേണ്ടതായിട്ട്. അപ്പൊ ഈ ഷാഫ്റ്റ് ഊരി എടുക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ബോള് വിത്ത് സ്പ്രിങ് വരുന്നുണ്ട്. അപ്പൊ ആ സ്പ്രിങ് നമുക്ക് ഊരി എടുക്കാൻ സാധിക്കില്ല. ബോൾ നമുക്ക് ഊരി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ബോൾ ഊരി എടുക്കാനായിട്ട് ഈ ഷാഫ്റ്റിനെ കുറച്ച് ബാക്കിലോട്ട് തള്ളിയിട്ട് വേണം ഊരി എടുക്കാൻ. അതായത് ഗിയർ ബോക്സിന് ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതെങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ചുറ്റു ബോൾട്ട് അയച്ചെടുത്തിട്ടുണ്ട്. 1 2 3 4 5 ചുറ്റു ബോൾട്ട് ആയിരിക്കും വരുന്നത്. ഒരേ നീളത്തിലുള്ള ബോൾട്ട് ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ കപ്പാണ് അഴിച്ചെടുക്കുന്നത്. നമ്മൾ ഓൾറെഡി കപ്പ് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ട്. കാരണം കപ്പ് അഴിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഓറിങ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് വേണം ഇത് ലൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ശകലം തട്ടി വെച്ചേക്കാണ്, ഒന്ന് ഫ്രീ ആക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് മൈനസ് ഉപയോഗിച്ചിട്ട് താഴോട്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഗിയർ ഓയിലും കാര്യങ്ങളൊക്കെ വീഴും. ഇതാണ് ഇതിന്റെ കപ്പ് വരുന്നത്. അപ്പൊ ഈ കപ്പിൽ ഈ ഒരു കീ സ്ലോട്ട്, ഒരു ചെറിയൊരു കീ സ്ലോട്ട് വരുന്നത് ഇതിന്റെ വെട്ട് കയറി കിടക്കുന്ന, ഈ ഭാഗത്ത് വെട്ട് കയറി കിടക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതാണ് അയച്ചെടുക്കേണ്ടത് ഫസ്റ്റ്. എന്നിട്ട് ഇതിന്റെ സെലക്ടറും കാര്യങ്ങളുമാണ് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഇതിന്റെ ഈ പിന്ന് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പിന്ന് ഊരിയെടുക്കാനായിട്ട് ഇത് നമ്മുടെ തെർമോസ്റ്റാറ്റിലൊക്കെ ഉള്ളിൽ വരുന്ന ഒരു പിന്നാണ് വരുന്നത്. ഇതേപോലുള്ള സെയിം ഒരു പിന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തട്ടി ഊരിയെടുക്കാനായിട്ട് സാധിക്കും. സ്ക്രൂ പോലുള്ള സാധനം അടിച്ച് കയറ്റരുത്, കാരണം അടിച്ച് കയറി കഴിഞ്ഞാൽ ഇത് വികസിക്കും. ഇതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഉണ്ട് ഈ പിന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ അടിച്ച് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് തട്ടിവിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ തെറിച്ച് ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പൊ ഇനി അഴിച്ച് പോവാറാകുമ്പോൾ നമ്മൾ ഈ ഒരു പിന്നിന്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ പിന്നെ താഴെ വീണിട്ടുണ്ട്. നമ്മളിപ്പോ അയച്ചെടുത്ത പിന്നെ ഇതാണ്. നമ്മളൊരു കൈ കൊണ്ട് ഇങ്ങനെ ലോഡ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം ഇതിനെ തട്ടി വെളിയിലോട്ട് വിടാനായിട്ടാണ്. ഇപ്പൊ നമ്മൾ അടിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് വെളിയിലോട്ട് വന്നു. ഇതായിരിക്കും ഇതിന്റെ പിന്നെ വരുന്നത്. ഇനി നമുക്ക് അയക്കുന്നത് ഈ ഒരു സെലക്ടറിന്റെ ഷാഫ്റ്റും, അതായത് സെലക്ടർ അസംബ്ലിയാണ് അയച്ചെടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ ബാക്കിലോട്ട് ഈ ഗിയറിനെ ഒന്ന് മൂവ് ചെയ്യുക. അതായത് ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ ലിവറിനെ ബാക്കിലോട്ടൊന്ന് മൂവ് ചെയ്യുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിരിച്ച് മൂവ് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ഈ ഒരു ഷാഫ്റ്റിന്റെ പിന്നിന്റെ ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് വിട്ടിട്ടുണ്ട്. നേരെ താഴോട്ട് ഇത് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ എപ്പോഴും ന്യൂട്രൽ ഇട്ടിട്ട് വേണം ഈ ഒരു ഷിഫ്റ്റർ അയച്ചെടുക്കാനായിട്ട്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഫുൾ ഈക്വൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് വണ്ടി നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഷാഫ്റ്റ്. ഇതിന്റെ പൊസിഷൻ വരുന്നത് ഇത് ഈ ഒരു ആംഗിളായിരിക്കും കയറി കിടക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിനെ സെലക്ട് ചെയ്യുന്നത്. ഈ ഭാഗം വെച്ചിട്ടായിരിക്കും ഗിയർ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഗിയർ ലിവറിന്റെ കണക്ഷൻ വരുന്നു. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ടാണ് ഗിയറിനെ 1 2 3 ഒക്കെ സെലക്ട് ചെയ്യുന്ന ഭാഗം ഇതാണ്. അപ്പൊ ഇത് പോയിട്ട് വീഴുന്നത് ഇതിനുള്ളിലായിരിക്കും വീഴുന്നത്. നേരെ ഇതിനകത്തായിട്ടായിരിക്കും വീഴുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ പൊസിഷൻ വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഷാഫ്റ്റും അതിന്റെ ബോളുമാണ് നമുക്ക് ഊരിയെടുക്കേണ്ടത്. ഷാഫ്റ്റ് നമ്മൾ ഊരുന്ന അവസരത്തിൽ ഒരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം, ഈ ഷാഫ്റ്റിന് ഒരു പൊസിഷൻ ഉണ്ട്. ഇത് മറിഞ്ഞും വരാം, തിരിഞ്ഞും വരാം. അപ്പൊ ഈ ഷാഫ്റ്റിന്റെ പൊസിഷൻ വരുന്നത് ചെറിയ ഹോൾ ഉള്ള ഭാഗം ഈ ഭാഗത്തായിരിക്കും വരുന്നത്. അതായത് ഇവിടെ നോക്കുന്ന അവസരത്തില് വലിയ ഹോൾ ആയിരിക്കും വരുന്നത്, ഇവിടെ ചെറിയ ഹോൾ ആയിരിക്കും വരുന്നത്. മീൻസ് നട്ട് ഇട്ട്, അതായത് ഈ ഗിയർ ലിവറിന് നട്ട് ഇട്ട് മുറുക്കുന്നത് ഈ ഭാഗത്തായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷാഫ്റ്റിന് ചെറിയ ബെൻഡ്, അത് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്തായിരിക്കും നിൽക്കുന്നത്. നോക്കിയാലും മനസ്സിലാവും, ഒരു ചെറിയൊരു ബെൻഡ് വരും, അത് മുകളിലോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഊരിയെടുക്കുന്നതിന് ബോളും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പെതുക്കെ ഷാഫ്റ്റിനെ ബാക്കിലോട്ട് വലിക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു പോയിന്റിലാണ് അതിന്റെ ബോള് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിന് ബാക്കിലോട്ട് നമുക്ക് ഷാഫ്റ്റ് ഉള്ളിലോട്ട് കടത്തിവിടാം. അപ്പൊ നമുക്ക് ബോൾ വീഴുന്ന ചെറുതായിട്ട് ആ ഒരു ഫോഴ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആണോ, ഇപ്പൊ ഫ്രീ ആയി. മീൻസ് ആ ബോള് വെളിയിൽ വന്നിട്ടുണ്ട്, ചെറിയൊരു സൗണ്ടോടെ കേട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ ഷാഫ്റ്റ് ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ ഈ ബോൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബോളാണ് മിസ്സാവാതെ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല, ഷാഫ്റ്റ് വെളിയിലോട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഷാഫ്റ്റ് വെളിയിലോട്ട് ഊരിയെടുക്കുന്ന സമയത്ത് ഇതിനെ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് വേണം, നേരെ വന്നു കഴിഞ്ഞാൽ ഇതിൽ തട്ടും. ഇതിനെ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് വേണം ഊരി എടുക്കാനായിട്ട്. നമ്മളിപ്പോ ഷാഫ്റ്റ് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബെൻഡ് ഭാഗം. ഈ ബെൻഡ് ഭാഗം എപ്പോഴും മുകളിലോട്ടായിരിക്കണം, തിരിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടായിരിക്കും ഇതിന്റെ ബെൻഡ് വരുന്നത്. അപ്പൊ എപ്പോഴും മുകളിലോട്ടായിരിക്കണം വരേണ്ടത്. അത് കൂടാതെ തന്നെ അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഈ ഒരു ചെറിയ ഹോള്, ഇവിടെ വലിയ ഹോള്, ചെറിയ ഹോൾ എപ്പോഴും വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സീലാണ് ഊരിയെടുക്കേണ്ടത്. അതിന് വേണ്ടി നമ്മളിപ്പോ ചിസിൽ എടുത്തിട്ടുണ്ട്, ചുറ്റി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തട്ടി ഊരിയെടുക്കുക. എന്തായാലും തട്ടി ഊരിയെടുക്കാം. നമ്മളിപ്പോ ഇത് കുത്തി ഊരി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഊരി എടുത്തപ്പോൾ ഇതിനകത്ത് ഇത് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ എറാൾഡൈറ്റോ പോലുള്ള പശ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു വെച്ചത്. അങ്ങനെ ഒരിക്കലും ഒട്ടിക്കാൻ പാടില്ല. പക്ഷെ ബോണ്ട് പോലും തൂക്കേണ്ട ആവശ്യമില്ല. അഥവാ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് കയറ്റി വെച്ചിട്ട് ഇതിന്റെ ബോണ്ട് സൈഡിൽ മാത്രം തൂക്കാം. ഇത് എന്തോ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള എന്തോ ഒരു ഗമ്മ് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതാണ് ഇതിന്റെ സീല് വരുന്നത്. കുറച്ച് പാടുപെട്ട് ഇത് ഊരി എടുക്കാനായിട്ട്. ഇത് പശ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഈ കളർ ആ പശയാണ് ഈ കളറായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ സീല് കയറ്റണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ാണ് ആ സീല് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ആ ഒരു എന്തോ ഒരു ഗമ്മ് വെച്ച് ഒട്ടിച്ചേക്കുന്നതിന്റെ പാട്. അതെല്ലാം നമുക്കിനി ചുരണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. അതോട് നോക്കിയാൽ ആ ഗമ്മ് വെച്ച് ഒട്ടിച്ചേക്കുന്നതിന്റെ പാടാണ്. അതാണ് നമുക്ക് സീല് ഊരി എടുക്കാനായിട്ട് ഒത്തിരി പാടുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ ഒരു 2-3 തട്ടിന് ഈ സീല് ഊരി വരേണ്ടതാണ്. അപ്പോൾ ഈ ഗമ്മും കാര്യങ്ങളൊക്കെ, ഈ കട്ടിക്കിരിക്കുന്ന ഗമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ഫുള്ളായിട്ട് സൂപ്പർ ഗ്ലൂ പോലുള്ള പശയായിരുന്നു ഇതിന് ഉള്ളിലായിട്ടിരുന്നത്. അതെല്ലാം നമ്മളിപ്പോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് പെട്രോളിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സൂപ്പർ ഗ്ലൂ പോലുള്ള പശ ഒരിക്കലും ഇതിന് ഉള്ളിലായിട്ട് ഒഴിക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ ഈ ഇതിന്റെ സെക്ടറിന്റെ ഭാഗങ്ങളെല്ലാം നമ്മളിപ്പോ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സീലാണ് കയറ്റേണ്ടത്. അപ്പൊ ഇതിന്റെ സീല് കയറ്റാനായിട്ട് ഇതാണ് ഇതിന്റെ പുതിയ സീല് വരുന്നത്. അപ്പോൾ ഒരിക്കലും സൂപ്പർ ഗ്ലൂ കാര്യങ്ങളോ ഒന്നും ഇവിടെ തേച്ചിട്ട് ഇടരുത്. ഇതങ്ങനെ ഊരിപ്പോയില്ല. കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ അതിനുള്ളിൽ ഇരിക്കും. അതുപോലെ ബോണ്ടും തൂക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബോണ്ട് തൂത്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ തിരിച്ച് ഓപ്പോസിറ്റ് വേയിൽ വരും. അപ്പൊ ഈ ബുഷ് കയറ്റാനായിട്ട്, ഈ സീല് കയറ്റാനായിട്ട് കറക്റ്റായിട്ട് ഒരു ബോക്സ് എടുക്കുക. അതായത് ഈ ഭാഗത്ത് ടച്ചായി നിൽക്കുന്ന ഒരു ബോക്സ്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ടച്ചായി നിൽക്കുന്ന ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് വളഞ്ഞു പോകും. ബുഷ് ഈ സീല് കറക്റ്റായിട്ട് ഉള്ളിൽ കയറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആംഗിളിലുള്ള ഒരു ബോക്സ് എടുക്കുക. നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പോൾ 18-ന്റെ ബോക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കയറ്റി വെക്കുക. അതിനുശേഷം കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ചുറ്റി കൊണ്ട് ഹാമർ ചെയ്ത് വിടുക.
അപ്പൊ നമ്മൾ ബുഷ് അടിച്ച് സീൽ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഇവിടെ ഒരു ശകലം ഗ്യാപ്പ് കാണും. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു ശകലം ബോണ്ട് ഇങ്ങനെ ഈ സൈഡിലായിട്ട് തേച്ച് വിടാം. ഒരിക്കലും ഇതിനുള്ളിലായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്തായിട്ട് ഗമ്മോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് അങ്ങനെ നമ്മൾ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരി വരില്ല. അപ്പൊ ഇവിടെ ഒരു ശകല ഗമ്മി ഇതിന്റെ ഔട്ടറിൽ മാത്രം നമുക്ക് തേച്ച് വിടാം. നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഒരു ശകലം ഗമ്മ് തേച്ച് വിടുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് തുടച്ചു കളയാം. നമ്മളിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നട്ട് ബോൾട്ടും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സെലക്ടർ ഷാഫ്റ്റിന് വരുന്ന ആ ചെറിയ ബൂട്ട് ഫുള്ളായിട്ട് പൊട്ടിപ്പോയിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വേറൊരു ബൂട്ടാണ് എടുത്തേക്കുന്നത്. ആ ബൂട്ട് കിട്ടാനായിട്ട് പാടാണ്. അതുകൊണ്ട് വേറൊരു ബൂട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഊരണം എന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ വരുന്ന സ്പ്രിങ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ നീഡിലുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീഡിൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇവിടെ ഒരു വാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നീഡിൽ സിമ്പിളായിട്ട് ഇടാനായിട്ടും സാധിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റിങ് വരുന്നത്. അതുപോലെ ഇതിന്റെ ആ ഒരു പൊസിഷൻ വരുന്നത് ഈ ഒരു പ്രൊജക്ട് ചെയ്ത് ഹാഫ് റൗണ്ട് നിൽക്കുന്ന ഭാഗം ഇത് സ്ട്രേറ്റ് നിൽക്കുന്ന ഇതാണ് നേരെ ഗിയറിൽ പോയിട്ട് വീഴുന്നത്. ഈ ഹാഫ് റൗണ്ട് നിൽക്കുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും ഇത് കറക്റ്റായിട്ട് പൊസിഷൻ വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഈ ഷാഫ്റ്റ് കയറ്റാനായിട്ട് പോവാണ്. അതോടൊപ്പം ഇവിടെയാണ് ഇതിന്റെ ബോളിന്റെ ഇത് ന്യൂട്രൽ പൊസിഷൻ ആണ് വരുന്നത്. ഇത് ഫ്രണ്ട് ബാക്ക് ഗിയറിന്റെ പൊസിഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ ബോൾ വന്നിട്ട് നമുക്ക് ഗിയർ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെട്ടും ബോളും ഇതിനുള്ളിലായിട്ട് സ്പ്രിങ്ങും കൊടുത്തേക്കുന്നത്. ഗിയർ ബോക്സ് അഴിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ബൂട്ട് നമ്മളിപ്പോ സെപ്പറേറ്റ് കയറ്റിയതാണ്. ഈ ബൂട്ട് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് ഡസ്റ്റ് ബൂട്ട് ഇതിൽ വരുന്ന ഡസ്റ്റ് ബൂട്ട് ഡാമേജ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഒരു ബൂട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റിന്റെ പൊസിഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ ചെറിയ ഹോൾ വന്നിട്ട് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഈ ഒരു ചരിഞ്ഞ ഭാഗം വന്നിട്ട് ചരിവ് മുകളിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ചരിവ് നോക്കാതെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ ബോൾ വരുന്നത് ഈ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ബോൾ ഇടുന്നത്. അപ്പോൾ ഈ സൈഡിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കയറ്റുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കയറ്റി വെക്കാം. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് ഇത് ഉള്ളിലോട്ട് കയറ്റി വിടുകയാണ്. അപ്പോൾ കയറ്റി വിടുമ്പോൾ ജസ്റ്റ് ചരിച്ചിട്ട് പഴയ പൊസിഷനിലോട്ട് കയറ്റിടുക. ഇനി നമുക്ക് ഈ ഭാഗത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മാക്സിമം ഇതിനോട്ട് ഉള്ളിലോട്ട് ഇപ്പൊ മാക്സിമം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ വരെ ബാക്കിലോട്ട് ഈ ഒരു ഷാഫ്റ്റ് വലിച്ചു വെക്കണം. നമ്മളിപ്പോ വലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആ ബോളാണ് നമുക്ക് ഇടേണ്ടത്. നമ്മളിപ്പോ ഈ ബോൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷാഫ്റ്റ് ഇതിന് ബാക്കിലോട്ട് വലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബോൾ ഇടുക. ബോൾ നമ്മൾ ഇതിന് ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു മൈനസ് വെച്ചിട്ട് ഈ ബോളിനെ ഈ ഹോളിന്റെ ഭാഗത്തോട്ട് കറക്റ്റ് ആയിട്ട് തെള്ളി വിടുക. അപ്പൊ അത് ഇച്ചിരി ഒരു ചെറിയൊരു ടാസ്ക് ആണ്. അത് കറക്റ്റ് ആയിട്ട് തെള്ളി വിടുന്നത്. ഇപ്പോൾ ബോൾ ഉള്ളിൽ വീണിട്ടുണ്ട്. നമ്മളിപ്പോൾ തള്ളുമ്പോൾ ബോൾ ഉള്ളിൽ വീണിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ വലിച്ചു നോക്കാം. ടക്ക് ടക്ക് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടക്ക് എന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. മീൻസ് ഫസ്റ്റ് ഹോളിൽ വീണു, സെക്കൻഡ് ഹോളിൽ വീണു, തേർഡ് ഹോളിൽ വീണിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഹോളിൽ നടുക്കത്തെ ഹോളിൽ വീണിട്ടുണ്ട്, ബാക്കിലോട്ടും വീണിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ബോൾ കറക്റ്റ് ആയിട്ട് വീണിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഷാഫ്റ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബോൾ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിയർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് 3 സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ ഷാഫ്റ്റ് ബാക്കിലോട്ട് വെച്ചിട്ട് ഇനി ഷിഫ്റ്ററും കാര്യങ്ങളാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റർ അതേ പൊസിഷനിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പൊസിഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചാണ്. അതിനുശേഷം ഈ ഒരു പോർഷൻ വന്നിട്ട് ഈ ഗിയർ സെലക്ടറിനുള്ളിലായിട്ട് കറക്റ്റ് ആയിട്ട് കയറ്റിയിടുക. ഗിയർ ബോക്സിനുള്ളിൽ നമ്മൾ കയറ്റിയിട്ടു. അതിനുശേഷം നേരെ പൊക്കുക. ഈ കാണുന്ന ഈ താഴെ കാണുന്ന ഇതിനുള്ളിൽ കാണുന്ന ആ ഒരു ഹോളിലോട്ട് ഇത് കയറ്റിയിടുക. കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഈ ഒരു സെലക്ടർ റോഡിനെ മുകളിലോട്ട് കൊണ്ടുവരിക. ഈ ഹോളിലായിട്ട് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തിരിച്ച് നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഹോളിപ്പോൾ സെൻറ്ററാക്കി നിർത്തിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഹോള് ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെന്റർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റ് സെന്ററിൽ നിർത്തിയിട്ടുണ്ട്. ഈ ഹോള് കറക്റ്റ് സെന്ററിൽ നിർത്തിയിട്ടുണ്ട്. ശകലം കൂടെ തിരിയാണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പിന്നാണ് അടിച്ച് കയറ്റേണ്ടത്. നമ്മളിപ്പോൾ ഈ പിന്ന് എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഊരിയ പിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് തട്ടിക്കയറ്റാൻ പോകുകയാണ്. സെന്റർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ കയറി വീണിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കപ്പ് കൊടുക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ നേരത്തെ ഉള്ള ഒറിജിനൽ ബൂട്ട് ഡാമേജ് ആയിട്ടുണ്ട്. കാരണം ഓയിൽ വീണ് റബ്ബർ ആകുമ്പോൾ ബൾജായിട്ട് ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ട്. വേറൊരു ബൂട്ടാണ് നമ്മളിവിടെ കയറ്റി ഇട്ടേക്കുന്നത്, ഡസ്റ്റ് ബൂട്ടായിട്ട് കയറ്റി ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ കപ്പാണ്. കാരണം ഈ കപ്പിന്റെ ഓറിങ്ങിന് ശകലം ഒരു ഉള്ളിലോട്ട് പോയേക്കുന്നത് നമ്മൾ ഈ ചുറ്റിന് ഇതിനെ ബോണ്ട് ഇട്ട് വിടുന്നുണ്ട്. അപ്പോൾ ബോണ്ട് ഒരിക്കലും ഇതിന്റെ മുകളിലോട്ട് വരരുത്, ഈ ഭാഗത്ത് മാത്രം ഇട്ട് വിടുക. നമ്മളിപ്പോൾ ഇതിന്റെ ചുറ്റിനും ബോണ്ടിട്ടുണ്ട്, ഇതിന്റെ മുകളിലായിട്ട് അത് വന്നിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ലോട്ട്, ചെറിയ സ്ലോട്ട് വരുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും കയറി കിടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിന്റെ സെൻറ്ററിലോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം ഈ കപ്പ് നമുക്ക് കയറ്റിയിടാം. കപ്പ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇനി ബോൾട്ട് ഇട്ട് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യാം. എല്ലാ ബോൾട്ടും ഒരേ നീളത്തിലുള്ള ബോൾട്ടുകളായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരിക്കലും ഗണ്ണിട്ട് ടൈറ്റ് ചെയ്യരുത്, ഓവർ ടൈറ്റും ചെയ്യരുത്. ഈ കേസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സിന്റെ കേസ് നമുക്ക് മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ, കണക്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ബാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഓയിലും ഒഴിക്കേണ്ടതായിട്ട് ഉണ്ട്. ഗിയറിൽ ഒഴിക്കുന്നതിന്റെ മുകളിൽ കൂടെയാണ് ഇതിന് ഗിയർ ഓയിൽ ഒഴിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഗിയർ ഓയിൽ നമ്മൾ ഒഴിക്കുന്നത് ഈ ഭാഗത്ത് കൂടെ ആയിരിക്കും ഇതിന്റെ ഗിയർ ഓയിൽ ഒഴിക്കുന്നത്. ഈ സ്റ്റിക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ആണ്. ഇതുവഴി നമുക്ക് ഗിയർ ഓയിൽ ഒഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഗേജും നോക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ മാക്സിമം ലെവല് വരുന്നത്. ഓക്കെ, അപ്പോൾ മാരുതി 800ന്റെ ഗിയർ സെലക്ടർ സീൽ നമുക്ക് എങ്ങനെ മാറാം എന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ആ ബോൾ മാത്രമാണ്. അതുപോലെ തന്നെ സെലക്ടർ ഊരുമ്പോൾ ആ സ്പ്രിങ്ങിന്റെ രണ്ട് പൊസിഷൻ, ഒന്ന് മുകളിൽ വരുന്ന ചെറിയ സ്പ്രിങ് ആയിരിക്കും, താഴെ വരുന്നത് ഒരു നീളം കൂടിയ സ്പ്രിങ്ങും ആയിരിക്കും വരുന്നത്. അതിലൊരു ചെറിയ നീഡിലും വരും. അപ്പോൾ ഈ ബോളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇടാനും അതുപോലെ തന്നെ ബോൾ എടുക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മാരുതി 800 കാർബറേറ്റർ മോഡലിന്റെ ഗിയർ സെലക്ടർ സീൽ മാറുന്നതാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.